നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും ഞാൻ ജപ്പാനും ഇന്ത്യയും ആയിട്ടുള്ള ബന്ധത്തെ പറ്റിയും ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പ്രത്യേകിച്ച് ഇന്ത്യ ഗവൺമെൻറ് വലിയ താല്പര്യമെടുത്ത് ചൈനയിൽ പോയി വലിയ ബന്ധം പുനഃസ്ഥാപിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. ഈ കോഡെന്ന് പറയുന്നത് ഇതോടെ പൊളിഞ്ഞു പോകും. കോഡെന്ന് പറഞ്ഞാൽ അമേരിക്കയും ജപ്പാനും ഓസ്ട്രേലിയയും ഇന്ത്യയും കൂടെ ചേർന്നുള്ളൊരു കൺസോർട്ടീവ് ഒരു ഫോറമാണ്. അതായത് ചൈനയെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ സാധനം. അപ്പം അതുമായി ബന്ധപ്പെട്ട് ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഈ ജപ്പാനും ഓസ്ട്രേലിയയും ഇന്ത്യക്ക് പ്രോമിസ് ചെയ്തത്. കാരണം അമേരിക്കൻ ടെക്നോളജി, ജാപ്പനീസ് ടെക്നോളജി, ഇന്ത്യയുടെ മരറ്റായി ഡിഫൻസുമായി ബന്ധപ്പെട്ട് നേവിയെ സ്ട്രെങ്തൻ ചെയ്യുക, അതേപോലെ എങ്ങനെയാണ് ചൈനീസ് നേവി അതേപോലെ ആക്കിയെടുക്കുക എന്നതായിരുന്നു അമേരിക്കയുടെ നോട്ടം. അതിനുവേണ്ടിയാണ് ജപ്പാനെയും ഓസ്ട്രേലിയയും, കാരണം ഇൻഡോ പസഫിക്, ഇൻഡോ ചൈന ഈ റീജിയൻ്റെ അകത്ത് മെരറ്റൈം, അതിനുവേണ്ടിയാണ് ഇന്ത്യയെ ഇവർ സ്ട്രെങ്തൻ ചെയ്യാൻ തീരുമാനിച്ചത്. അങ്ങനെയാണ് ഒന്നുമല്ലാതിരുന്ന കോഡിനകത്ത് ഇന്ത്യക്ക് പ്രാധാന്യം, ട്രംപ് ഇതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു. ട്രംപിൻ്റെ ഒന്നാം ഭരണം അവിടെയാണ് പ്രാധാന്യം കൊടുത്താണ് ഇന്ത്യയെ ഗ്ലോബൽ ശക്തിയായിട്ട്, ഗ്ലോബലായിട്ട് ട്രംപ് അവതരിപ്പിക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ പ്രധാനമന്ത്രി ഗ്ലോബൽ ആകുന്നത്. അതിനു മുമ്പ് ഗ്ലോബലും കോപ്പുമൊന്നുമല്ല. നിങ്ങൾ ആ മുഴുവനും ചാർട്ടെടുത്ത് നോക്കാം. അപ്പം അത് കഴിഞ്ഞിട്ട് ഈ ചൈനയുമായിട്ടുള്ള ബന്ധം തുടങ്ങിയപ്പോൾ ആ സമയത്ത് ഞാനൊരു വീഡിയോ ചെയ്തു. കാരണം എനിക്കിത് ഈ ഒരു സീനിയറായിട്ടൊരു ജാപ്പനീസ് ജേർണലിസ്റ്റ് ഉണ്ട്. അദ്ദേഹം ഡൽഹിയിലായിരുന്നു വളരെ വർഷക്കാലം. പിന്നീട് ഇയാൾ നേരെ അമേരിക്കയിലോട്ട് അങ്ങ് പോയി. അപ്പം അദ്ദേഹം ഇപ്പോഴും ഞാനുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട്. അപ്പം അയാൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ചൈനയുമായിട്ട് ഇന്ത്യ അടുക്കുവാണെങ്കിൽ ജപ്പാൻ പൂർണ്ണമായിട്ട് എതിർക്കും. കാരണം ജപ്പാൻ്റെ പൊട്ടൻഷ്യൽ എനിമിയാണ് ചൈന. അവർക്ക് ഒരു കാരണവശാലും ചൈനയുമായി, കാരണം ചൈനയുമായിട്ട് ബോർഡർ ഇഷ്യൂസാണ്. ചൈനയാണ് ഉത്തര കൊറിയ ഇത്രമാത്രം പ്രശ്നമുണ്ടാക്കി ജപ്പാൻ്റെ മേളിൽ കൂടെ മിസൈലും അതും ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇന്ത്യ ചൈനയുമായിട്ട് അടുക്കുകയാണെങ്കിൽ ജപ്പാൻ വിട്ടുപോകും. കൃത്യമായിട്ട്. കാരണം അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ജപ്പാനാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത്. പക്ഷെ മോദിയുടെ ബ്ലണ്ടർ എന്ന് വെച്ചാൽ ഹിസ്റ്റോറിക്കൽ ബ്ലണ്ടറാണ് മോദി കാണിച്ചത്. അപ്പം ഇന്നത്തെ പത്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് വാർത്ത. ഇപ്പം മോദിയും ജപ്പാനിൽ പോയിട്ട് കോഡിനെ പറ്റി ഡിസ്കസ് ചെയ്യും. എന്ത് മോദി ചൈനയുമായിട്ട് ബന്ധം തുടങ്ങാൻ ജയശങ്കറെ വിട്ടു. മോദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ചൈനയുമായിട്ട് വീണ്ടും റീസ്റ്റാർട്ട്, വലിയ രീതിയിൽ ബന്ധത്തിലോട്ട് വന്നു എന്ന ചൈനീസ് വിദേശകാര്യമന്ത്രി പെട്ടെന്ന് ഇന്ത്യയിലോട്ട് വരുന്നു. മനസ്സിലാക്കുക, ജപ്പാനുമായിട്ട് നമ്മൾ അകന്നു. അതിനു മുമ്പ് ജപ്പാൻ ഇവിടെ പറഞ്ഞിരുന്ന പല പ്രഖ്യാപനങ്ങളുണ്ട്. ഇന്ത്യൻ നേവിക്ക് വെസൽസ്, അതേപോലെ എയർക്രാഫ്റ്റ് കാരിയർ, അമേരിക്കൻ ടെക്നോളജിയിൽ, ജാപ്പനീസ് ടെക്നോളജിയിൽ ഇന്ത്യക്ക് വേണ്ടുന്ന, നേവിക്ക് വേണ്ടുന്ന ഹൈ എൻഡ് ആയിട്ടുള്ള ടെക്നോളജി എല്ലാം കൊടുക്കാൻ അവർ തയ്യാറായിരുന്നു. പണം മുടക്കാൻ ഓസ്ട്രേലിയയും ജപ്പാനും, ഹൈ എൻഡ് വീണ്ടും അമേരിക്കൻ സഹായവും കൂടെ. ഇതാണ് ഈ ബ്ലണ്ടർ മോദിയുടെ പ്രശ്നം കൊണ്ട് തീർന്നു പോയത്. ഇതാണ് മണ്ടൻ എന്ന് പറയുന്നത്. അത് വിചാരിച്ചു പെട്ടെന്നെല്ലാം ആയി. ഇതൊക്കെ വളരെ മൈക്രോകോസമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ വീണ്ടും, അതായത് 2022 പ്രഖ്യാപിച്ചാണ് 66 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ്, അഡീഷണലായിട്ട് മറ്റുള്ള പലതും. ഇപ്പൊ അഹമ്മദാബാദ് മുതൽ ബോംബെ വരെയുള്ള സ്പീഡ് റെയിൽ, അതായത് ബുള്ളറ്റ് ട്രെയിൻ, ജാപ്പനീസിന്റെ പ്രോജക്റ്റാണ്. അവരാണ് ഫണ്ട് ചെയ്യുന്നത്. അതേപോലെ ജാപ്പനീസിന്റെ അടുത്ത പ്രോജക്റ്റാണ് ഈ കാർഗോ, അതായത് സ്പീഡ് കാർഗോ മൂവ്മെന്റ്, അതായത് ഗുഡ്സിന്റെ ഏറ്റവും സ്പീഡ് ട്രാക്ക് ഡൽഹിയിൽ നിന്ന് മുംബൈ വരെ. അതൊക്കെ പോയി ഈ ബ്ലണ്ടർ ഡിസിഷൻ കൊണ്ട്. ഇതിൻ്റെ പേരിൽ ഇപ്പം പ്രശ്നമുണ്ടായി കഴിഞ്ഞപ്പം ഈ നരേന്ദ്രമോദി, ഇന്ത്യൻ പ്രധാനമന്ത്രി, ചൈനയിലോട്ട് പോകുക. ഇവിടെ പെട്ടെന്ന് ജപ്പാനെ കണ്ട് സംഭവങ്ങളൊക്കെ സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടി പോവുക. അല്ലാതെ അവിടെ ഇൻവെസ്റ്റ്മെന്റ് ചുമ്മാതെ പറഞ്ഞുണ്ടാക്കുന്ന കഥകളാണ്. കാരണം നേരത്തെ അനൗൺസ് ചെയ്ത സംഭവമാണ്.
പിന്നീട് ചില ഗോധി മീഡിയം ചില പൊട്ടന്മാരൊക്കെ വിളിച്ചു പറയുന്നു അമേരിക്കയുടെ ടാരിഫുമായി ബന്ധപ്പെട്ട സാധനങ്ങളെല്ലാം ജപ്പാൻ വാങ്ങിയേക്കാവുന്നു. ജപ്പാൻ അവിടുന്ന് ഇന്ത്യയിലാകെ പോകുന്നത് 4 ബില്യൻ്റെ ട്രേഡ് മാത്രമേ ഉള്ളൂ. ജപ്പാനിൽ നിന്നുകൊണ്ട് ഏകദേശം 17 ബില്യൻ്റെ ട്രേഡുണ്ട്. കാരണം ഇലക്ട്രോണിക്സും മറ്റു പരിപാടികളും ഒക്കെ ഉണ്ട്. ഇതാണ് ഇന്ത്യയും ജപ്പാനുമായിട്ട് ട്രേഡ് എന്ന് പറയുന്നത്. പക്ഷെ ശരിക്കും പണം, അതായത് ഇന്ത്യയുടെ പണത്തിൻ്റെ ഇൻഫ്ലേഷൻ, ഇന്ത്യൻ കറൻസിൻ്റെ ഇൻഫ്ലേഷൻ പിടിച്ചു നിർത്തിയ ജപ്പാനാണ്. നേരത്തെ മോദി ഇരുന്ന സമയത്ത് ചെയ്ത പരിപാടിയാണ്. അത് ഭയങ്കര സംഭവമാണ് ജപ്പാൻ. കാരണം ആദ്യം രണ്ടുപേരും അടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ രണ്ടും വലതുപക്ഷ രാഷ്ട്രീയം. രണ്ടുപേരുടെയും പൊട്ടൻഷ്യൽ എതിന് ചൈന, അമേരിക്കൻ പിന്തുണ, ഓസ്ട്രേലിയൻ പിന്തുണ. അങ്ങനെയാണ് ഈ കോഡ് കയറി അങ്ങ് മൂക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ബൈഡനുമായിട്ട് ഉടക്കമുണ്ടാക്കിയിട്ട് ഈ കോഡുമായിട്ട് ഇഷ്യൂ വെച്ച് കഴിഞ്ഞ പ്രാവശ്യം അമേരിക്ക നടത്താൻ സമ്മതിച്ച. കഴിഞ്ഞ പ്രാവശ്യം ഇന്ത്യ നടക്കേണ്ടതായിരുന്നു. ഇപ്രാവശ്യം ഡിസംബറിൽ കോഡ് ഇന്ത്യയിൽ നടക്കണം. ട്രംപിനെ ഇൻവൈറ്റ് ചെയ്ത് വരാനിരുന്നതാണ്. അവിടെയാണ് സിന്ധുവിന് ശേഷം കുളമാക്കിയെല്ലാം കയ്യിൽ കൊടുത്ത അയാൾ. ഇപ്പോഴും വീണ്ടും ഈ ചൈനയിൽ പോകുന്നതിന് മുമ്പ് അവിടെ പോയിട്ട് 8ാമത്തെ പ്രാവശ്യമാണ് മോദി ഈ ജപ്പാനിൽ പോകുന്നത്. അത് കാരണം അന്ന് കൃത്യം പ്ലാൻ ഉണ്ടായിരുന്നു. ജപ്പാൻ തയ്യാറായിരുന്നു എല്ലാ കാര്യത്തിലും സഹായിക്കാൻ. സെമി കണ്ടക്ടർ ആണെങ്കിലും റെയർ എർത്തിൻ്റെ ഫാക്ടറി, അതിൻ്റെ ടെക്നോളജി കൈമാറാൻ, അത് ഇന്ത്യയിൽ തുടങ്ങാനും, ഈ പല വിയറ്റ്നാമിൽ പോയ പ്രോജക്റ്റ്, ചൈനയിലുണ്ടായിരുന്ന പല അവരുടെ ഔട്ട്സോഴ്സിങ് പ്രോജക്റ്റ് ഇന്ത്യയിലോട്ട് ഷിഫ്റ്റ് ചെയ്യാനും എല്ലാം കരാറായതാണ്. ഈ പുല്ലൊന്നും ഇനി നടക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ ഒരു ശത്രുവിനോട് കയറി പെട്ടെന്ന്, കാരണം കോമൺ ശത്രു, അവൻ എൻ്റെ മിത്രമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ പണം മുടക്കൂ. ഇതാണ് നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് കാണിച്ച ഡിപ്ലോമാറ്റിക് ബ്ലണ്ടർ എന്ന് പറയുന്നത്. പിന്നീട് നിങ്ങൾ ചൈനയുമായിട്ട് ഉണ്ടാക്കിയോ, ധാരണയിൽ പോവുക. പക്ഷേ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത് ജപ്പാൻ എന്ന് പറഞ്ഞ രാജ്യത്തെ അവരുടെ ശത്രുവായിട്ട് കയറി മിത്രമാകാൻ പോയി കഴിഞ്ഞാൽ അവിടുന്ന് ഇങ്ങോട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് വരട്ടെ, FDI ഓപ്പൺ ചെയ്യട്ടെ എന്നൊക്കെ ചില പത്രങ്ങളും ചില ഗോധി മീഡിയയും ചില യൂട്യൂബ് മലയാളക്കാർ അവർ പറയുമ്പോൾ നിങ്ങളപ്പം ജപ്പാനെ വിസ്മരിക്കുക. ജപ്പാൻ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഇന്ത്യയിൽ നടത്തിയിരിക്കുന്നത്. ഇതിൻ്റെ കുടിവെള്ളമാണെങ്കിലും പലയിടത്തും. ചൈന എത്ര കുടിവെള്ള വിതരണവും എത്ര സ്പീഡ് റെയിലും എത്ര ഓവർസീസ് എക്കണോമിക് ഡെവലപ്മെൻറ്റുമായിട്ട് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ബോധം പോലും ഇയാൾക്കില്ല. അല്ലെങ്കിൽ ഇത്രയും ബ്ലണ്ടർ കാണിക്കുമോ? ഈ റഷ്യൻ ക്രൂഡുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഉക്രൈൻ റഷ്യ വാർ നടക്കുന്ന സമയത്ത് ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് മേടിക്കുന്ന സമയത്ത് കോഡ് രാജ്യങ്ങളിൽ ഏറ്റവും ശക്തമായിട്ട് ഇന്ത്യയോട് പറഞ്ഞത് മേടിക്കരുതെന്ന് പറഞ്ഞ് ജപ്പാനാണ്. കാരണം ജപ്പാൻ ഭയങ്കരമായിട്ട് ഉക്രൈനെ സഹായിക്കുന്നുണ്ട്. കാരണം ആ വാർ നിർത്തിയേ മതിയാവത്തുള്ളൂ. കാരണം അവരുടെ ട്രേഡിനെ ബാധിച്ചിട്ടുണ്ട്, ഗ്ലോബൽ ട്രേഡിനെ ബാധിച്ചിട്ടുണ്ട്. പക്ഷേ അത് ചൈനയുടെ ഇൻട്രസ്റ്റാണ് വാർ നടക്കുക എന്നുള്ളത്. ഇതെല്ലാം ഗ്ലോബൽ ട്രേഡും എക്കോണമിയും കച്ചവടവും ഒക്കെയാണ് ഈ സംഭവം. അത് അവരെ ബാധിക്കാൻ തുടങ്ങി. നിങ്ങൾക്കറിയോ, ഏകദേശം 2-3 വർഷം കൊണ്ട് ഇന്ത്യയിൽ നിന്നും 5 ലക്ഷം പേരെ റിക്രൂട്ട് ചെയ്യാൻ, തൊഴിലാളികളായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ജപ്പാൻ പദ്ധതി തയ്യാറാക്കിയിരുന്നത്. അതിനുവേണ്ടി ഗുവാഹട്ടിയിൽ ഒരു വലിയ ഓഫീസ് എടുത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ വരെ സ്റ്റാർട്ട് ചെയ്തത്. ആ സംഭവം പോലും ഇല്ലാതായി. ഇതൊക്കെ എൻ്റെ ഫ്രണ്ടാണ് പറഞ്ഞു തരുന്നത്. ഇത്രയും വേഗമായിട്ട് പോകുന്ന ഞങ്ങൾ കൊണ്ടുപോകാൻ, ഞങ്ങൾ ഇവർക്ക് തൊഴിൽ കൊടുക്കാം, ഇവരെ തൊഴിൽ പഠിപ്പിക്കാം. അതേപോലെ ഇന്ത്യയിൽ 5ഓളം വലിയ ഗവൺമെൻറ് നടത്തുന്ന യൂണിവേഴ്സിറ്റികൾ അവരെ ടേക്ക് ഓവർ ചെയ്തിട്ട് അവിടെ എഡ്യൂക്കേഷൻ കൊണ്ടുവരാൻ, ഇതൊക്കെ അവരുടെ പ്ലാനായിരുന്നു. ആ പുല്ലെല്ലാം ഇല്ലാതായി. ഇതാണ് വിശ്വഗുരു ഉണ്ടാക്കിയ സംഭവം. നിങ്ങൾ ഓരോ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ആലോചിച്ച് നോക്കണം. എത്രയോ മണ്ടത്തരമാണ് ഇയാൾ നമ്മുടെ പ്രധാനമന്ത്രി കാണിച്ചത്. അല്ലെങ്കിൽ ഈ ട്രീ നിൽക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് ചൈനയുടെ കൂടെ പോയി കഴിഞ്ഞാൽ ഓസ്ട്രേലിയ എന്താ ചെയ്യുന്നത്? അവൻ്റെ ശത്രു ചൈനയാണ്. അപ്പം അവരുടെയൊക്കെ ശത്രുവായ ചൈനയുമായിട്ട് പെട്ടെന്ന് കയറി അടുക്കുന്നു. അതായത് അമേരിക്ക കൗണ്ടർ ചെയ്യാൻ വേണ്ടി, ചൈനയോട് അടുക്കുന്നു. അതുമല്ല, റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ വില്ലൻ എന്ന് പറയുന്ന പുട്ടിനുമായിട്ട് വ്ളാദിമിർ പുടിനെ പെട്ടെന്ന് എടുക്കാൻ പോകുന്നു. ഇതെല്ലാം മാറ്റർ ചെയ്യുന്നുണ്ട് ഗ്ലോബലായിട്ട്. അതായത് ജിയോ പൊളിറ്റിക്സിൽ 2025 ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞ ശേഷം ഇന്ത്യക്ക് കിട്ടിയ അടി, അതാണ് ഈ സംഭവം. ഇപ്പോൾ ജപ്പാനിൽ പോയി ചിലപ്പോൾ ഫോട്ടോ ഓപ്സും പരിപാടിയും എന്നല്ലാതെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. പഴയ കാര്യങ്ങൾ വീണ്ടും പറയും, അത് ചെയ്തു ഇത് ചെയ്തു.
2022 കാര്യങ്ങളെ പറയാനുള്ളൂ. കാരണം ജപ്പാൻ ഇന്ത്യയോടുള്ള ആ ബന്ധം, ആ ട്രസ്റ്റ് ഇല്ലാതായി. അതിനെല്ലാം കാരണം ഈ ഗവൺമെൻറ്റിൻ്റെ പിടിപ്പുകേടാണ്. ജപ്പാൻ എന്ന് പറഞ്ഞൊരു രാജ്യം ഇന്ത്യയുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് മാറി നിൽക്കുന്ന സാഹചര്യം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. എല്ലായിടത്തും ഇത് ബാധിക്കും. ഇതാണ് ബ്ലണ്ടർ, 1 by 1 ഓരോന്നായിട്ട് ചെയ്യുകയാണ്. ഇതൊക്കെ എവിടെ ചെന്ന് തീർക്കുമെന്ന് ഈശ്വരന് പോലും പിടിയില്ലാത്ത രീതിയിലാണ് ഈ വിശ്വഗുരുവിൻ്റെ പോക്ക്.